Hi everyone, welcome to my channel Extra Subject. നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന ചോദ്യങ്ങൾ അനവധിയാണ്. ആരാ, ഏതാ, എന്തിനാ, എങ്ങനെയാ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. മലയാളത്തിൽ നമുക്ക് നിഷ്പ്രയാസം ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാനാകും. അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ബുദ്ധിമുട്ടാകും, അല്ലേ? ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള രീതികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷിൽ 4 വിധമുള്ള സെൻറ്റൻസുകളാണ് ഉള്ളത്: ഡിക്ലറേറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, ഇംപേരറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസിനെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നു. Sentences that ask questions are called interrogative sentences. ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇംഗ്ലീഷിൽ 3 പ്രധാന രീതികളാണ് ഉള്ളത്. അവയിലൊന്നാണ് ഇൻവേർഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉദാഹരണമായി എടുക്കാം. യു ആർ ഗോയിങ് ടു ദ സ്റ്റോർ. ഇവിടെ സബ്ജക്റ്റിന് ശേഷമാണ് ആക്സിലറി വെർബ് ആയ ആർ വരുന്നത്. ഇൻവേർഷൻ മെത്തേഡിൽ ചോദ്യം ചോദിക്കുന്നതിന് സബ്ജക്റ്റിന് മുൻപ് ആക്സിലറി വെർബ് ഉപയോഗിക്കണം. യു ആർ ഗോയിങ് ടു ദി സ്റ്റോർ എന്നത് ചോദ്യത്തിലാക്കുമ്പോൾ ആർ യു ഗോയിങ് ടു ദി സ്റ്റോർ എന്നാവും. ഷീ ഗോസ് ടു സ്കൂൾ എവരിഡേ എന്നത് ഡസ് ഷീ ഗോ ടു സ്കൂൾ എവരിഡേ എന്നാവും. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആക്സിലറി വെർബ് ഡസ് വാചകത്തിൻ്റെ ആരംഭത്തിൽ ചേർത്തിരിക്കുന്നു. അതേപോലെ മെയിൻ വെർബായ ഗോസിനെ അതിൻ്റെ ബേസ് ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നു. ഷീ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് എന്നത് ചോദ്യത്തിലാക്കുമ്പോൾ ക്യാൻ ഷീ സ്പീക്ക് ഫ്രഞ്ച് എന്നാവും. സബ്ജക്റ്റും മോഡൽ വെർബ് ക്യാനും ഇൻവേർട്ട് ചെയ്തിരിക്കുന്നു. ഉദാഹരണങ്ങൾ: യു ആർ കമ്മിങ് എന്നത് ആർ യു കമ്മിങ് എന്നും, ഷീ ക്യാൻ ഡ്രൈവ് എന്നത് ക്യാൻ ഷീ ഡ്രൈവ് എന്നും, ദേ ഹാവ് ഫിനിഷ്ഡ് എന്നത് ഹാവ് ദേ ഫിനിഷ്ഡ് എന്നും ആവുന്നു. ഉദാഹരണങ്ങളിൽ കൂടി ഇൻവേർഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. വെർബ് ബിയുടെ വിവിധ ഫോമുകളായ ആം, ഈസ്, ആർ, വാസ്, വെറും ആക്സിലറി വെർബുകളായ ഹാവ്, ഹാസ്, വിൽ, ക്യാൻ, ഡു, ഡസ്, ഡിഡും ഉള്ള സെൻറ്റൻസിനെ സിമ്പിൾ പ്രസൻറ്റൻസിലും സിമ്പിൾ പാസ്റ്റിലും ചോദ്യങ്ങൾ ആക്കുമ്പോൾ സബ്ജക്റ്റും ആക്സിലറി വെർബും തിരിച്ചിട്ടാൽ മതി. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലൈയിങ് ദിസ് ഇൻവേർഷൻ മെത്തേഡ് അലൗസ് ഫോർ പ്രോപ്പർ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്. മറ്റൊരു രീതിയാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ചേർക്കുന്ന ചെറു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓഫൺ യൂസ്ഡ് ടു കൺഫേം ഓർ വെരിഫൈ ഇൻഫർമേഷൻ. വിവരങ്ങൾ സ്ഥിരീകരിക്കാനോ ശരിയോ തെറ്റോ എന്നറിയുവാനോ ഉപയോഗിക്കുന്നു. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവ് ടാഗും. എക്സാമ്പിൾ: യു ആർ കമ്മിങ് ടു ദ പാർട്ടി ആർൻ്റ് യു. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് പോസിറ്റീവ് ടാഗും ചേർക്കുന്നു. എക്സാമ്പിൾ: ഷീ ഡസൻറ്റ് ലൈക്ക് കോഫി, ഡസ് ഷീ? Question tag reflects the tense and subject of the main statement. Examples: he is a doctor, isn't he? They were here yesterday, weren't they? You can swim, can't you? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുള്ള മറ്റൊരു രീതിയാണ് WH questions. Who, whom, what, which, why, where, when, how ഇവയെല്ലാം ക്വസ്റ്റ്യൻ വേർഡുകളാണ്. ഇതിൻ്റെ രീതി സെൻറ്റൻസ് ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡിലും തുടർന്ന് ആക്സിലറി വെർബും പിന്നെ സബ്ജക്റ്റും പിന്നീട് സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗങ്ങളും ചേർക്കുന്നു. ഷീ ഈസ് ഡൂയിങ് എന്ന വാചകം ചോദ്യത്തിലാക്കുമ്പോൾ വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്നാവും. ദി ആർ ഗോയിങ് എന്നത് വെർ ആർ ദി ഗോയിങ് എന്നും, ഹീ ലെഫ്റ്റ് എന്നത് വെൻ ഡിഡ് ഹി ലീവ് എന്നും ആവും. ഇപ്രകാരമുള്ള 3 രീതികളാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.